Hi friends, welcome to our channel. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഐഷുവിന്റെ എസെൻഷ്യൽസിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മോൾ ജനിച്ച സമയം മുതൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ചേച്ചി മോൾക്ക് എന്ത് ക്രീമാണ്, എന്ത് സോപ്പാണ്, എന്ത് തേച്ചിട്ടാണ് കുളിപ്പിക്കുന്നതെന്ന്, എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഡിലേ വരുത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കുമല്ലോ നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ വരുത്തിയിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ മോൾക്ക് ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ, സോപ്പ്, കരി, അങ്ങനെയുള്ള അവൾക്ക് വേണ്ടിയിട്ടുള്ള ക്രീം, അങ്ങനെയുള്ള കാര്യങ്ങളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അതുപോലെ തന്നെ മോളെ തുണി വാഷ് ചെയ്യാനായിട്ടും അങ്ങനെയുള്ള അവൾക്കുള്ള കാറ്റഗറി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ ഓളെന്ന ഓപ്ഷൻ കൊടുക്കാമെങ്കിലാണ് പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോസിലെ മിസ് ചെയ്യാൻ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് രാവിലെ മുതലുള്ള സ്കിൻ കെയർ റുട്ടീൻ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികളെ നമ്മൾ രാവിലെ എണ്ണ തേച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരിക്കലും കുളിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ മോൾക്ക് തേക്കുന്ന ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡൻ ഓയിൽ തന്നെയാണ്. അപ്പൊ ഇത് മോൾക്ക് തേക്കുന്ന ബോട്ടിലാണ് കേട്ടോ. ഇത് ഏകദേശം കഴിയാറായി. അപ്പൊ ഇതാണ് ഞാൻ മോൾക്ക് ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ഇതിന്റെ ഒറിജിനൽ ബോട്ടിൽ വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, കണ്ടോ. ഇതിപ്പോ ഏകദേശം മോൾക്ക് യൂസ് ചെയ്ത് കഴിയാറായി കേട്ടോ. ഇത് ഈ ഒരു ഓയിൽ വേണമെന്നുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യാൻ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ലിങ്കും കൊടുത്തേക്കാം. നേരിട്ട് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഓയിൽ തേച്ച് ഞാൻ മോൾക്ക് ഒരു അരമണിക്കൂർ അവളെ മാക്സിമം കിടത്താൻ നോക്കും. അരമണിക്കൂർ നമ്മൾ കിടക്കില്ലെങ്കിൽ ഒരു 10-15 മിനിറ്റോളമൊക്കെ ഞാൻ മാക്സിമം അവളെ കളിപ്പിച്ചിട്ടൊക്കെ ഒരു എന്താണ് നമ്മൾ കൂടെ ഇരുന്ന് അവളെ ആ ഒരു എണ്ണ ബോഡിയിൽ പിടിക്കാനായിട്ട് ഞാൻ ടൈം കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കളിക്കാൻ ഒരുപാട് നേരം കിടക്കുന്ന കുട്ടികളാണെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഓയിലാണ് തേക്കുന്നത്. തലയിൽ സാധാരണ കോക്കനട്ട് ഓയിലാണ് തേക്കുന്നത് കേട്ടോ. സാധാരണ നോർമൽ വെളിച്ചെണ്ണ തന്നെ തലയിൽ തേക്കുന്നത്. ബോഡിയിൽ ഞാൻ ഈ ഒരു ഓയിലാണ് തേക്കുന്നത്. അവള് ജനിച്ച് 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് തേക്കാൻ തുടങ്ങിയത്. കാരണം ആദ്യത്തെ 1 മന്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കണ്ടംകുളത്തിലായിരുന്നു. അപ്പൊ അവർക്കുള്ള ഒരു ലാക്ഷാധികരോ അങ്ങനെ മറ്റോ എന്തോ ആണ് ഞാൻ ഉപയോഗിച്ചത്. അവിടെ നിന്ന് തിരികെ വന്നതിന് ശേഷം ഞാൻ ഈ ഒരു ഓയിലാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പൊ 1 മാസം മുതലുള്ള കുട്ടികൾ മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ മോൾക്ക് യൂസ് ചെയ്യുന്ന എണ്ണ ഇതാണ് കേട്ടോ. അപ്പൊ മോളെ എണ്ണ തേച്ച് ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് ഒക്കെ ഞാൻ കിടത്തും. അതിനുശേഷം ആണ് പിന്നെ കുളിപ്പിക്കുന്നത്. അപ്പൊ കുളിപ്പിക്കാനായിട്ട് ഒരുപാട് ചോദിക്കുന്നുണ്ട്, ബോഡി വാഷ്, സോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മോന്റെ സമയത്ത് ഞാൻ മോനെ ആദ്യം യൂസ് ചെയ്യുന്നത് ജോൺസന്റെ ബേബി സോപ്പായിരുന്നു. അപ്പൊ മോന്റെ മുടി ഇങ്ങനെ കൊഴിയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തു. അപ്പൊ സീരിയസ്ലി അത് സോപ്പിന്റെ ഒരു ഇതല്ല, ഓൾറെഡി നമുക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്. കുട്ടികൾ ജനിച്ച കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്കുള്ള നേരത്തെ ഉണ്ടായിരുന്ന മുടിയൊക്കെ കൊഴിഞ്ഞിട്ട് പുതിയ മുടി വരാൻ തുടങ്ങും. കുറെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പൊ നമ്മൾ പേടിച്ചിട്ട് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മോന് ആ സമയത്ത് പിയേഴ്സിന്റെ സോപ്പായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പൊ മോൾക്ക് ഞാൻ സോപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല. അവൾക്കുള്ള സ്കിൻ എക്സ്ട്രീം ഡ്രൈ ആണ്. മോന്റെതും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ മോൾക്ക് യൂസ് ചെയ്യുന്നത് അവീനോടെ ബോഡി വാഷ് ആണ് കേട്ടോ. ഇത് ഡെയിലി മോയിസ്ചറൈസിങ് ബാത്താണ്. ഇത് ഒരുപാട് ഡ്രൈ ആക്കില്ല നമ്മുടെ സ്കിന്നിനെ. അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിൽ, നമ്മളിപ്പോൾ ഓയിൽ തേച്ച് കുളിച്ചിട്ടുണ്ടെങ്കിൽ ഓയിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഫേസിലും അതായത് തലയിലും ബോഡിയിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബോഡി വാഷ് ആണ് കേട്ടോ. ഇത് 354 ml പ്രോഡക്ട്സിന് എനിക്ക് റേറ്റ് ഓർമ്മയില്ല. ഇത് സത്യത്തിൽ ഇത് കഴിഞ്ഞു. ഇതിന്റെ കുപ്പിയുടെ പോലെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഇതിനകത്തില്ല കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. ഇത് ഞാൻ മേടിച്ചത് മോന് 1 മാസം കഴിഞ്ഞതിന് ശേഷം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 1 മാസം ഞാൻ കണ്ടംകുളത്തിലായിരുന്നത് കൊണ്ട് തന്നെ ഈ വക സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മോളെ ഡെലിവറി ആയ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു സോപ്പ് തന്നിട്ടുണ്ടായിരുന്നു, ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു സോപ്പ്. അതാണ് ഞാൻ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ വന്നതിന് ശേഷമുള്ള ഈ ഒരു 3 മാസത്തോളം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്തത് കേട്ടോ. ഈ ഒരു ബോട്ടിൽ മേടിച്ചപ്പോൾ എനിക്ക് കറക്റ്റ് 3 മാസം യൂസ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒത്തിരി നാൾ യൂസ് ചെയ്യാനുണ്ടാവും. കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ് കേട്ടോ. അറൗണ്ട് ഒരു 900-800 ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. അപ്പം ഇതിന്റെ വലിയ ക്വാണ്ടിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അവീനോടെ എന്താണ് ബേബി മോയിസ്ചറൈസിങ് ബാത്താണ്, എന്താണ് ബോഡി വാഷ് ആണ്. ഭയങ്കര മൈൽഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ വിചാരിക്കും അയ്യോ ഇത് പതയോ അല്ലെങ്കിൽ ഇത് അഴുക്ക് പോകുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ഫേസിലും തലയിലൊക്കെ തേക്കുന്ന എണ്ണയൊക്കെ നല്ല അടിപൊളിയായിട്ട് ആ ഒരു എണ്ണയുടെ അംശമൊന്നും ഇല്ലാതെ പോകും. പിന്നെ ഒരുപാട് പതയൊന്നുമില്ല. സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആണ്. ഒത്തിരി മണവും ഒന്നുമില്ല. മണമേ ഇല്ലെന്ന് വേണം പറയാനായിട്ട്. പക്ഷെ ഗുണം കൂടുതലാണ് മണം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് മേടിക്കാം കേട്ടോ. ഇത് നല്ലൊരു സംഭവമാണ്. ഇതാണ് ഞാൻ മോൾക്ക് വാഷ് ചെയ്യുന്ന ബോഡി വാഷ്. അപ്പൊ ഇത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ വേറൊരു ബ്രാൻഡാണ് ട്രൈ ചെയ്യുന്നത്, മമ എർത്തിന്റെ. അത് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം, കുറച്ചും കൂടെ യൂസ് ചെയ്തതിന് ശേഷം റിവ്യൂ ആയിട്ട് ഞാൻ വേറെ തരാം കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബോഡി വാഷ് കേട്ടോ.
അപ്പൊ മോൾക്ക് രാവിലെ എണ്ണ തേച്ച് ആ ബോഡി വാഷ് ഉപയോഗിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ബോഡിയിൽ പുരട്ടുന്നതാണ് നമ്മുടെ അവീനോടെ തന്നെ ബേബി ക്രീം ആണ് കേട്ടോ. ഇത് ഡെയിലി മോയ്സ്ചറൈസിങ് ലോഷൻ ആണ്. ഇത് ഫേസിലും ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അവീനോടെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിന് പകരം ഞാൻ ആദ്യം നമ്മുടെ ഹിമാലയയുടെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹിമാലയയുടെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് മോൾക്ക് എന്തോ സ്കിന്നിൽ ഇങ്ങനെ വൈറ്റ് പാച്ച് വരുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതിന് പകരം ഞാൻ പിന്നെ ഇത് മേടിക്കുകയാണ് ചെയ്തത്. ഇത് കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. 849 രൂപയാണ്. ഇത് ഞാൻ ഏകദേശം ഒരു 2.5 മാസത്തോളം കൊണ്ട് യൂസ് ചെയ്യുന്നു. ഇനിയുണ്ട് ബാക്കി. ഇത് 24 hours മോയ്സ്ചറൈസേഷൻ നമുക്ക് തരും. അത് ശരിയാണ്. കുട്ടികളുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആക്കുന്നുണ്ട് സ്കിന്നാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബോഡി ലോഷൻ ആണ്. പിന്നെ ഇത് വന്നിട്ട് ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് പ്രിസർവേറ്റീവ് മണങ്ങളും അങ്ങനെയുള്ള യാതൊന്നും ചേർത്തിട്ടില്ല. ഒരു കാര്യം മൈൻഡിൽ വയ്ക്കുക, അത് വൈറ്റനിങ് ക്രീം ഒന്നുമല്ല, മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. അതുപോലെ തന്നെ ബോഡി വാഷും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് കെമിക്കലും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രാൻഡുമാണ്. നമുക്ക് കണ്ണാൻ പൂട്ടി വാങ്ങാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. അപ്പൊ ഇതാണ് മോളുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇതാണ് മോൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ കേട്ടോ. ഇത് രാവിലെയും വൈകിട്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. വൈകിട്ട് തല കഴുകില്ല, ബോഡി മാത്രം അവൾക്ക് വാഷ് ചെയ്യും. പിന്നെ ബോഡിയിൽ ഈ ഒരു ക്രീം വരട്ടും. രാവിലെ തല വാഷ് ചെയ്യും കേട്ടോ. 2 നേരം ഞാൻ കുളിപ്പിക്കാറുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. പിന്നെ വന്നിട്ട് ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് നാപ്പി ക്രീം ആണ്. ഈ ഒരു നാപ്പി ക്രീം മോള് ജനിച്ചപ്പോ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഞാൻ അധികം നാപ്പി അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മുടെ സ്നഗ്ഗി ഡൈപ്പർ ഉണ്ടല്ലോ, അത് നൈറ്റ് ടൈമിൽ മാത്രമേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ പുറത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അപ്പോഴും യൂസ് ചെയ്യും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അവര് തന്ന ടൈം മുതലുള്ളതാണ്. ഞാൻ പുതിയത് മേടിച്ചിട്ടില്ല. ഇതാണ് ആ ഒരു നാപ്പി ക്രീം കേട്ടോ. ഇത് വന്നിട്ട് B4 നാപ്പി എന്ന് പറയുന്നത്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിയാറായി. അപ്പൊ എനിക്ക് പുതിയത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ ആമസോണിലുണ്ട് കേട്ടോ. ഈ നാപ്പി ക്രീമാണ് ഞാൻ മോൾക്ക് യൂസ് ചെയ്യുന്നത്. ഇത് അന്ന് മുതൽ ഇതുവരെ ഉണ്ട്. മോള് ജനിച്ച ആ സമയം മുതൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അധികമായിട്ട് ഞാൻ അങ്ങനെ നാപ്പി അതായത് ഡൈപ്പർ യൂസ് ചെയ്യില്ല. പകരം ഞാൻ ക്ലോത്ത് ഡൈപ്പറാണ് യൂസ് ചെയ്യുന്നത്. രാത്രിയിൽ മാത്രമേ നമ്മൾ ആ ഒരു ഡൈപ്പർ മറ്റേ നോർമൽ ഡൈപ്പർ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രാത്രിയിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നെങ്കിൽ മാത്രമേ ഇത് അധികം അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ. ഒരുപാട് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ സ്ഥിരമായിട്ട് അതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാത്രം ഓരോ ഡൈപ്പർ മാറുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ. ഇതാണ് മോൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന നാപ്പി ക്രീം കേട്ടോ. ഇതും ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ കാണിച്ചിട്ടുള്ളതിന്റെ ലിങ്കുകളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഞാൻ മോൾക്ക് യൂസ് ചെയ്ത ഇത് മോള് ജനിച്ച് ആ ഒരു പിറ്റേന്നുണ്ടല്ലോ, ജനിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ലേബർ റൂമിൽ നിന്ന് പുറത്ത് നോർമൽ റൂമിലേക്ക് വാർഡിലോട്ട് മാറ്റിയ സമയത്ത് ഞാൻ മേടിച്ച സാധനമാണ് ഈ ഒരു നമ്മുടെ കുട്ടികൾക്കുള്ള എന്താണ് ക്ലോത്ത് വാഷ് ചെയ്യുന്ന ഈ ഒരു മീമി ഡിറ്റർജന്റ് കേട്ടോ. ഇത് അടിപൊളിയായിട്ടുള്ള സംഭവമാണ്, ഒന്നും പറയാനില്ല. അപ്പൊ ഞാൻ ആദ്യം ഈ ഒരു വലിയൊരു ബോട്ടിലാണ് മേടിച്ചത്. ഇത് തീർന്നപ്പോ ഞാൻ നെക്സ്റ്റ് വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് മാമാർത്തിൻ്റെത് മേടിച്ചായിരുന്നു കേട്ടോ. ഇതിനകത്തില്ല, ഇത് കഴിഞ്ഞു. അപ്പൊ ഇത് കൊള്ളത്തില്ല, ഒട്ടും കൊള്ളത്തില്ല. നമുക്ക് എന്തായാലും റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് എടുത്ത് പറയും, കൊള്ളാത്തത് കൊള്ളില്ലെന്ന് തന്നെ പറയും വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിറ്റർജന്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും യൂസ്ഫുൾ അല്ല. കുറച്ച് മണം മാത്രമേ ഉള്ളൂ, ഇതിനൊരു ഗുണവും ഇല്ല. പക്ഷെ ഇത് നമ്മുടെ കുട്ടികൾക്കുള്ള ആ ഒരു അപ്പിയുടെ ആ ഒരു സ്റ്റെയിനൊക്കെ റിമൂവ് ആവും, ഒരു ക്ലോത്തിന് നല്ലൊരു സ്മെല്ലുണ്ടാവും, നന്നായിട്ട് ക്ലീൻ ചെയ്യും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ഇത്. അപ്പൊ ഇത് ഞാൻ രണ്ടാമത് ഇതിന്റെ റീഫിൽ പാക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ഇത് ബോട്ടിൽ മേടിച്ചിട്ട് ഇത് തീർന്നപ്പോ ഞാൻ ഈ ഒരു ഇതാണ് മേടിച്ചത് മാമാർത്തിന്റെ. ഇത് കഴിയാറ് അവർ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഇത് അങ്ങ് ഉപയോഗിച്ച് തീർത്തിട്ട് ഇതിന്റെ റീഫിൽ പാക്ക് ഉണ്ടല്ലോ, റീഫിൽ പാക്ക് ആയിട്ടാണ് മേടിച്ചത്. അപ്പൊ അത് നഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ വീണ്ടും ബോട്ടിലാണ് മേടിച്ചത്. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ 2 ബോട്ടിലുണ്ട്. ഇപ്പൊ ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം ഒക്കെ യൂസ് ചെയ്യാനുണ്ടാവും, 1.5 മാസത്തോളം ഒക്കെ യൂസ് ചെയ്യാനുണ്ടാവും. ഒരു നമ്മൾ ക്ലോത്തിന്റെ അളവനുസരിച്ച് വേണം നമ്മൾ ഈ ഡിറ്റർജന്റ് എടുക്കാനായിട്ട്. മെഷീൻ വാഷ് ചെയ്യണവർക്ക് മെഷീൻ വാഷ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് വാഷും ചെയ്യാം. ഞാൻ മോളുടെ തുണി മെഷീൻ വാഷ് ചെയ്യാറില്ല, ഹാൻഡ് വാഷാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മീമിയുടെ തന്നെയാണ്. ഇത് വന്നിട്ട് 500-600 മറ്റോ റേറ്റ് ആണ്. പക്ഷെ എപ്പോഴും ആമസോണിൽ ഓഫർ ഉണ്ടാവും കേട്ടോ. അതാണ് ഞാൻ മോളുടെ തുണി വാഷ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതും ആരും മേടിക്കാൻ കേട്ടോ. എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. തുണിയിൽ അഴുക്കൊന്നും പോവില്ല, സ്മെല്ല് പോവില്ല, മിൽക്കിന്റെ ഓർഡർ അങ്ങനെ ഒന്നും പോവില്ല കേട്ടോ. അപ്പൊ പക്ഷെ ഈ ഒരു സംഭവം ഇതെല്ലാം വായിക്കും കേട്ടോ. അപ്പൊ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾക്കുള്ള ഡിറ്റർജന്റ്, ക്ലോത്ത് ഡിറ്റർജന്റ് അതാണ് കേട്ടോ. പിന്നെ ഈ അടുത്ത് മോൾക്കിപ്പം 5 മാസം പൂർത്തിയായി, 6ാം മാസം തുടങ്ങും. ഈ മാസം 15-ാം തീയതി. അപ്പൊ ഈ മാസം മോൾക്ക് ചോറ് കൊടുക്കും. അപ്പൊ ചോറ് എടുത്തതിന് ശേഷം ഉപയോഗിക്കാനായിട്ട് ഞാൻ മേടിച്ചതാണ്. നമുക്ക് കുറുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കില്ലേ, കണ്ടോ
അപ്പൊ ഇത് വന്നിട്ട് ഇങ്ങനെ സ്പൂണും നമ്മുടെ ഒരു മിൽക്ക് ബോട്ടിലും കൂടി വരുന്ന ഫീഡിംഗ് ബോട്ടിലും കൂടി വരുന്നതാണ്. ഇത് മീമിയുടേതാണോ? അല്ല, ഇത് ലവ് ലാപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ് കേട്ടോ. ഇതാണ് മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ചോറ് കൊടുത്ത കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളതാണ്. പിന്നെ വന്നിട്ട് ഞാൻ അവർക്കുള്ള തന്നെ ലവ് ലാപ്പിന്റെ തന്നെ ഇത് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ വേറൊരു കാര്യം കാണിക്കാൻ വിട്ടുപോയി. ഞാൻ മോൾക്ക് ആദ്യത്തെ ഒരു 2-3 മാസത്തോളം കരിയും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല യൂസ് ചെയ്യാനായിട്ട്. പക്ഷെ അമ്മയ്ക്ക് എപ്പോഴും പറയും അത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഓർഗാനിക് നേത്രയുടെ ബേബി കാജലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ മോൾക്ക്. അത് ഞാൻ ഡെയിലിയൊന്നും യൂസ് ചെയ്യാറില്ല. ചിലപ്പോൾ ഒരു കവിളിലൊരു പൊട്ട് മാത്രം വെച്ചു കൊടുക്കും, കുത്ത് മാത്രം വെച്ചു കൊടുക്കും, ചിലപ്പോൾ ഇങ്ങനെ വരയ്ക്കും. അപ്പൊ യൂസ് ചെയ്യുന്നത് ഓർഗാനിക് നേത്രയുടെ ഈ ഒരു കാജലാണ് കേട്ടോ. ഇത് അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാറില്ല കേട്ടോ, വല്ലപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് അത് അങ്ങനെ അങ്ങോട്ട് കാണിക്കാത്തത്. അപ്പൊ ഞാൻ മോൾക്ക് ഇങ്ങനെ അവളിങ്ങനെ കൈ കുടിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാൻ സൂത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളത്. അതായത് ഇതുപോലെ അതും ലവ് ലാപ്പിന്റെ ആണ്. അപ്പൊ ഇത് വന്നിട്ട് എന്താണ് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ടോ, എങ്ങനെയാണ് മറന്നു. ഇത് 2 സെറ്റായിട്ട് വരുന്നതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ സൂത്രം ഉണ്ടല്ലോ കുട്ടികൾക്ക് കൊടുക്കുന്ന, ഇപ്പൊ 2 ഉള്ള സെറ്റായിട്ടാണ് ഞാൻ മേടിച്ചത്. ഇതിന്റെ ഒരു റെഡും കൂടെ ഉണ്ട്. അത് മോളിപ്പോ യൂസ് ചെയ്യുന്നുണ്ട്. അവളങ്ങനെ അധികം വെക്കില്ലെങ്കിലും ചില സമയത്ത് ഒരുപാട് അങ്ങ് കൈ കുടിക്കുമ്പോൾ അവള് വോമിറ്റിംഗ് ചെയ്യും. അപ്പൊ അത് കാരണമാണ് ഞാൻ ഇത് മേടിച്ചത്. അപ്പം വോമിറ്റിംഗ് ചെയ്യുന്നില്ലെങ്കിൽ അവര് കൈ കുടിക്കുന്നത് സോറി കേട്ടോ. അപ്പൊ വോമിറ്റിംഗ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കൈ കുടിക്കുന്നത് പ്രശ്നമില്ല. പക്ഷെ ആ മോള് കൈ കുടിച്ചാൽ അപ്പൊ വോമിറ്റിംഗ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അങ്ങനെ കൈ കുടിക്കുന്ന കുട്ടി ഉണ്ടെങ്കിൽ മാത്രം, കുട്ടികളാണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി, അല്ലെങ്കിൽ അത് മേടിക്കുന്നത് വേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് പറയാം. ഇതിനിപ്പോ മോൾക്ക് ഞാൻ പറഞ്ഞില്ല, ഈ മാസം ചോറ് കൊടുക്കും. അപ്പം അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീഡിംഗ് ബോട്ടിൽ മേടിച്ചത്. വിത്ത് സ്പൂണുള്ള ഫീഡിംഗ് ബോട്ടിലാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇതാണ്. ഇത് ചോറ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഫ്രൂട്ട്സ് ഇങ്ങനെ ചെറിയ പീസാക്കി മുറിച്ചതിന് ശേഷം ഇതിനകത്തുള്ളതായി ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു സിലിക്കോൺ വേസ് ആണ്. ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് കുട്ടികളെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇതിനകത്ത് ഇങ്ങനെ കടിക്കില്ലേ. അപ്പൊ അങ്ങനെ കടിക്കുന്ന സമയത്ത് അവർക്കിത് ആ ഒരു ജ്യൂസ് ഇങ്ങനെ വായിലേക്ക് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ കുട്ടികൾക്ക് നന്നായിരിക്കും. അവർ സ്വയം അങ്ങനെ ഒന്ന് ചെയ്യുന്നതും മാത്രമല്ല, കുട്ടികൾക്ക് ആ ഒരു അതിന്റെ ഒരു നമ്മുടെ ഫ്രൂട്ട്സിന്റെ ബെനിഫിറ്റ് ഒക്കെ കുട്ടികൾക്ക് കിട്ടുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് 2 മേടിച്ചത്. ഇത് കുറുക്ക് കൊടുക്കാനും നോർമലായിട്ട്. ഞാൻ മോൾക്ക് അങ്ങനെ എന്താണ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ചെയ്യുന്നത്, അല്ലാതെ ഫോർമുല മിൽക്ക് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇതുവരെ ഞാൻ ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. 6 മന്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രം ചെയ്യുക. അതിനുശേഷം മാത്രമേ കുട്ടികൾക്ക് ഫോർമുല മിൽക്കായാലും മറ്റുള്ള കാര്യങ്ങളായാലും കൊടുക്കാമുള്ളൂ കേട്ടോ. എനിക്ക് ആദ്യം ഡെലിവറി കഴിഞ്ഞ സമയത്ത് മിൽക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ല സിസ്റ്റർമാർ പറഞ്ഞ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടർ വന്നപ്പോൾ മാഡത്തിന്റെ അടുക്കനെ പറഞ്ഞു എനിക്ക് അത് ഒട്ടും താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ മാം എനിക്ക് ലാക്ടോണിക്കിന്റെ ഗ്രാനുവൽസ് എഴുതി തന്നു. അത് കഴിച്ചതിന് ശേഷം നന്നായിട്ട് ഫീഡിങ് പാലുണ്ടായി. പിന്നെ ഞാൻ പാല് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഫോർമുല മിൽക്ക് കൊടുത്തിട്ടേ ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ